എൻ്റെ അടുത്തൊരു കുട്ടി കമലിൽ 2-3 വീഡിയോസിൻ്റെ താഴെ കമലിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് വീഡിയോ ലോങ് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എടുത്തേക്കാം. അപ്പം ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരുന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. പക്ഷേ ആ ദിവസങ്ങളിൽ വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ അതും മടിയായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു വീഡിയോ കാണാൻ പറ്റില്ല. ഇന്നെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം പിന്നെ എന്തായാലും ഞാൻ അത് ചെയ്യുന്നു. ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും പറ്റുന്നിടത്തോളം ചെയ്യും. അപ്പം പിന്നെ ഇതൊരു വീഡിയോ ആക്കി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലേറ്റ് ആക്കണ്ട. വെൽക്കം ബാക്ക് ടു യെറ്റ് എപ്പിസോഡ് ഫ്ലോഡി. ഇറ്റ്സ് മീ അഖില. അപ്പോൾ ഞാൻ ഓൾറെഡി ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, എന്നിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഈ കോലം മൈൻഡ് ചെയ്യേണ്ട, വീട്ടിൽ ഞാൻ ഇങ്ങനെയാണ് ഈ കോലത്തിലൊക്കെ ഉണ്ടാവുക. അപ്പം അങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണല്ലോ ആൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെ ആയാൽ മതി കേട്ടോ. കെട്ടി വെച്ചിട്ട് ഫുഡ് കഴിക്കുമ്പോൾ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അലക്കാനുള്ളത് മെഷീനിലും കൂടി ഇട്ടിട്ട് പോവാം. അതാകുമ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് അതോ അലക്കി കിട്ടുമല്ലോ. ദെൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയപ്പോൾ ഇഡ്ഡലിയുണ്ട്, പത്തിരിയുണ്ട്. അപ്പോൾ ഞാൻ പത്തിരി ചിക്കൻ എടുത്ത്, പക്ഷേ ഞാൻ ചിക്കൻ കറി എടുത്ത് വെച്ചിട്ട് അപ്പുറത്ത് വെള്ളം എടുക്കാനങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് അച്ഛൻ ചിക്കൻ എടുത്ത് മാറ്റി. ആ വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു. അച്ഛൻ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്, തന്നു മര്യാദയ്ക്ക് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഞാൻ എക്സ്പ്രഷൻ ഇട്ടിപ്പോൾ കാണിച്ചത്. ഇതൊക്കെ വീഡിയോ എടുത്താണ്ട് അച്ഛൻ പറയും, നീ ഇതൊക്കെ വീഡിയോ എടുത്തോ എന്ന് പറയും. അതുകൊണ്ട് എക്സ്പ്രഷനിലൂടെ എടുത്ത് കാണിച്ചതാണ്. ദെൻ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഇന്നലെ നമ്മൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി പിക്ചറുണ്ട്, ഇത് പെയിൻറ്റ് ചെയ്യാം. ഭയങ്കര മിസ്സായിട്ടാണ് ടാബിൽ ഉള്ളത്. ബിക്കോസ് ഓഫ് ഇന്നലെ കുറേ പണിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ലേറ്റ് ആയി കിടക്കാൻ, അതുകൊണ്ടാണ് ഇന്ന് എണീക്കാൻ ലേറ്റായത്. അവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെയാണ് സംസാരിച്ചോന്ന് ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. എല്ലാവർക്കും വെക്കേഷനായി കാണും എന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ ഞാൻ വരച്ചതാണ്. പിന്നെ ഇവിടെ ഉണ്ട് പെയിൻറ്റ്, ബ്രഷ് തന്നെ എല്ലായിടത്തും ക്ലീനാക്കി ഫ്രഷ് ആവാൻ പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടേബിളിൽ ക്ലീനാക്കുന്ന വീഡിയോ ടൈം ലാപ്സ് ഇട്ടിട്ട് എടുത്തതാണ് വൈഡായിട്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞു ഇത്രയും മെസ്സായിരുന്നുണ്ട് ടേബിള്. ഈ ബാഗ് എൻ്റെ വീഡിയോ ഡെയിലി കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇതെൻ്റെ ഫേവറേറ്റ് ബാഗാണ്. കുറേ ആൾ ലിങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആമസോണിൽ വാങ്ങിയ ലിങ്ക് എൻ്റെ അടുത്ത് മിസ്സായി. നമുക്കിത് പോയി കഴുകിയിട്ട് വരാം. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഇടക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഫ്രഷായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമുക്കൊരു ഹൗസ് വാമിങ്ങിന് പോകാനുണ്ട്, അതിന് വേണ്ടി റെഡി ആവാം. ഓക്കെ. ഞാനൊരു സ്കിൻ കെയർ അല്ലെ മേക്കപ്പ് ഒന്നും ചെയ്യുന്നൊരു പേഴ്സണാണ്. ബട്ട് പിമ്പിൾ വരുമ്പോഴൊക്കെ ഐസിങ്ങനെ എടുക്കാം. റീല് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു റീല് ഷൂട്ട് ചെയ്തു. ദാൻ ഇപ്പോൾ നമുക്ക് ഹൗസ് വാമിങ്ങിന് പോകണം. പക്ഷേ സ്റ്റിൽ മുടി ഉണങ്ങിയിട്ട് കുഴപ്പമില്ല, കെട്ടി വെച്ചിട്ട് പോയിട്ട് വരാം. അപ്പോൾ ബൈ.
നമ്മൾ റെഡിയായി. ഞാൻ കഴിഞ്ഞ വിഷുവിന് ട്രാൻസിൽ നിന്ന് മേടിച്ച ടോപ്പാണ്. ഇപ്പോൾ ഈ വിഷു ആവാനായി ഇവിടെയാണ് ഹൗസ് വാമിങ്. നമ്മൾ അവിടുന്ന് അപ്പവും ബിരിയാണിയും പായസമൊക്കെ കഴിച്ച് മുത്തപ്പനും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് തിരിച്ചു പോകുന്നില്ല. കൊന്നകൾക്കൊരു പ്രത്യേകത ഉണ്ട്. വിഷുവിൻ്റെ സമയത്ത് കറക്റ്റ് കൊഴിഞ്ഞു ഇങ്ങോട്ടൊക്കെ നമ്മൾ പോയി വന്ന് ചത്ത് കിടക്കാണ്. പക്ഷെ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. നമുക്കത് റൂമിൽ പോയിട്ട് പൊളിച്ചോക്കാം. ചെയ്ത് നോക്കാം. പക്ഷെ ആരോ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത കളർ ഇതല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുകയാണ്. കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഇനി നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. വീഡിയോ എടുത്തോണ്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് കട്ട് ചെയ്യും. കാണുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞെന്ന് തോന്നും. പക്ഷെ കുറച്ചധികം സമയത്ത് അമ്മക്ക് ടോപ്പ് അടിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് അമ്മ എനിക്ക് ഇങ്ങോട്ടൊരു പണി തന്നു. ഇതിങ്ങനെ കരിയാതെ വിളക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു ലൈം കുടിച്ചു. കാരണം ടയർഡായി. എനിക്ക് ഭയങ്കര ചൂടായപ്പോൾ ഇടക്കിടക്കതാ പിന്നെ വിളക്കത്തിക്കേണ്ട സമയമായി. ആ തുണി കണ്ടോ? ഈ തുണി കൊണ്ട് ഞാൻ എനിക്കൊരു ടോപ്പ് അടിക്കാൻ പോവാണ്. രാത്രി ആയതുകൊണ്ട് ക്ലാരിറ്റി കുറവ്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഏതോ ഒരു ഭാഗത്ത് നിൽക്കുമ്പം നല്ല ഭംഗിയിട്ട് കാണാം. അപ്പോൾ വീഡിയോ എടുക്കാം. പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റിച്ച് ചെയ്തു അമ്മേൻ്റെ ഡ്രസ്സ്. അതിനുശേഷം എനിക്കൊരു ടോപ്പല്ല ആക്ച്വലി ഫ്ലോട്ടി ക്ലോത്തിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഇതാണ് ടോപ്പ്. എന്തായാലും അത് ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ റീലായിട്ടും ഞാൻ ഇടും. അപ്പോൾ കാണാം. ആൻഡ് ഞാൻ തട്ടി താഴെ ഇടും. ആൻഡ് ഇനിയിപ്പം ഞാൻ നേരത്തെ കളർ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി കളർ ചെയ്തിട്ട് കിടക്കണം. കാരണം ഇന്നലെ ഞാൻ കുറേ ലേറ്റായിട്ട് കിടന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ ലേറ്റായത്. എനിക്ക് രാവിലെ നേരത്തെ എണീക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ലേറ്റായി കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കൽ ഇത്തിരി കഷ്ടപ്പാടാണ്. ഞാൻ ഡിന്നർ കഴിച്ചായിരുന്നു. ഇന്ന് ഈദാണ്. ഞാനത് വിഷ് ചെയ്യാൻ മറന്നുപോയി. എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഇനി ഇതൊക്കെ ഈദ് കഴിഞ്ഞ് എപ്പോഴോ ആയിരിക്കും. ഇത് മാക്സിമം നാളെ ഇടാൻ നോക്കാം. അപ്പം പറഞ്ഞു വന്നെന്താ അപ്പം നൈബേഴ്സ് ബിരിയാണി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പുറത്ത് പോയതുകൊണ്ട് വെച്ചാൽ ഹൗസ് വാമിങ്ങിന് പോയതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇപ്പം കഴിച്ചു. പിന്നെ അത് വീഡിയോ എടുത്തില്ല, മറന്നുപോയി. കാരണം ഡെയിനിലെ എന്നത് പറയുന്ന എല്ലാം സ്പെല്ലിങ് മിസ്റ്റേക്കാണല്ലോ. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ അങ്ങനെ എടുക്കാത്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെന്താ ഞാൻ പറയാൻ വന്നത്, ഹൗസ് വാമിങ്ങിന് പോകുമ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തിരക്കിട്ടിട്ടായിരുന്നു പോയെ. അപ്പം എൻ്റെ ലിപ്സ്റ്റിക്ക് എവിടെയോ വെച്ചിട്ട് പോയി. എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് വേറെ ഉണ്ട്, പക്ഷെ എൻ്റെ ഫേവറേറ്റ് അതായിരുന്നു. അത് എവിടെ ഇട്ടിട്ട് പോയി. എനിക്കത് വേണം. ഞാനത് തിരഞ്ഞുകൊണ്ട് കഴിഞ്ഞു. ഇനി ഫുള്ളതിങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ട് എന്നെപ്പോലെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഭയങ്കര ഓവർ തിങ്കാണ്. അതെവിടെ വെച്ചാൽ ഫുള്ളിങ്ങനെ ആലോചിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് ലാസ്റ്റ് ഞാൻ അതിങ്ങനെ എടുത്ത് ഇടുന്നത് വരെ. എന്നിട്ട് ഞാനത് താഴെ വെച്ചത് എവിടെയാണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. പ്രശ്നമാണ്. പക്ഷെ അത് എങ്ങനെയെങ്കിലും അങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐ നോ എന്താ പൊതുവേ കാണുന്ന അങ്ങനൊരു വീഡിയോ അയക്കില്ല ഇതെന്ന് അറിയാം. പക്ഷേ എൻ്റെ അടുത്ത് റിക്വസ്റ്റൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്തില്ല എന്ന് പറയുന്നത് മോശമാണ്. പിന്നെ ഇഷ്ടപ്പെട്ട് ഇതുപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.